അഞ്ചാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ അഞ്ചാമത്തെ യൂണിറ്റായ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ എന്ന പാഠമാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ആ പാഠത്തിലെ ദ ക്ലൈംബ്, എ ഫ്രണ്ട് ഇൻ നീഡ്, ടോട്ടോ ചാൻസ് ഐഡിയ എന്നീ ഭാഗങ്ങൾ മലയാളത്തിൽ അർത്ഥമറിഞ്ഞു പഠിക്കാം. അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ചെയ്യാം. അഞ്ചാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിന്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. ടോട്ടോ ചാൻ തന്റെ സുഹൃത്തായ യാസ്വാക്കി ചാനെ തന്റെ മരത്തിലേക്ക് കയറ്റാൻ വേണ്ടി സ്കൂളിന്റെ മൈതാനത്തിലേക്ക് കൊണ്ടുവന്നതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. യാസ്വാക്കി ചാൻ പോളിയോ ബാധിച്ച ഒരു കുട്ടിയാണ്. അവനെ മരത്തിൽ കയറ്റുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്ലേ? സ്കൂൾ മൈതാനത്ത് എത്തിയതിനു ശേഷം എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. ദ ക്ലൈംബ്, ഒരു കയറ്റം. ടോട്ടോ ചാൻ ലെഡ് യാസ്വാക്കി ചാൻ ടു ഹെർ ട്രീ. ടോട്ടോ ചാൻ യാസ്വാക്കി ചാനെ തന്റെ മരത്തിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. Then she ran to the nearby shed and got a ladder. അതിനുശേഷം അവൾ അടുത്തുള്ള ഒരു ഷെഡിൽ പോയി അവിടെ നിന്നും ഒരു ഏണി എടുത്തുകൊണ്ടുവന്നു. She dragged it over to the tree and leaned it against the trunk so that it reached the fork. അവൾ ആ ഏണി വലിച്ചിഴച്ചു കൊണ്ടുവന്ന് മരത്തിൽ ചാരി വെച്ചു. ഇപ്പോൾ ആ ഏണിയിലൂടെ മരക്കൊമ്പിലേക്ക് സുഖമായി കയറാൻ പറ്റുന്ന വിധത്തിലാണത്. She climbed up quickly and holding the top of the ladder called down, "All right, try climbing up." അവൾ പെട്ടെന്ന് ആ ഏണി വഴി മുകളിലേക്ക് കയറി. എന്നിട്ട് അതിന്റെ മുകൾ വശം ചേർത്ത് പിടിച്ചുകൊണ്ട്, ബലമായി സുരക്ഷിതമായ രീതിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് നോക്കി പറഞ്ഞു, ഇപ്പോൾ എല്ലാം ശരിയായി, ഒന്ന് കയറാൻ ശ്രമിച്ചു നോക്കൂ. യാസ്വാക്കി ചാൻസ് ആംസ് ആൻഡ് ലെഗ്സ് വെർ വെരി വീക്ക്. യാസ്വാക്കി ചാന്റെ കൈകാലുകൾ വളരെ ദുർബലമായിരുന്നു. ഇറ്റ് സീംഡ് he could not even get on the first run without help. അവന് ഒരു സഹായമില്ലാതെ ആ ഏണിയിലെ ഒരു പടി പോലും കയറാൻ സാധിക്കുമായിരുന്നില്ല. ഇവിടെ പരിചയപ്പെട്ട പുതിയ പദങ്ങളുടെ അർത്ഥങ്ങൾ നോക്കാം. ലീൻ, ടു പ്ലേസ് ഇൻ എ സ്ലോപ്പിംഗ് പൊസിഷൻ, ചരിച്ചു വയ്ക്കുക. ട്രങ്ക്, ദ തിക്ക് മെയിൻ സ്റ്റെം ഓഫ് എ പ്ലാന്റ്, ഒരു മരത്തിന്റെ തായ്തടി. ഫോർക്ക്, a place where a tree is divided into two branches. ഒരു മരത്തിൽ രണ്ട് ചില്ലകൾ വേർപിരിയുന്ന ഭാഗം ആണ് ഫോർക്ക്, കവര. റൺ, one of the bars that forms the step in a ladder. ഏണിപ്പടി. എന്നിട്ടെന്തു സംഭവിച്ചു? a friend in need, ആവശ്യമുള്ളപ്പോൾ സഹായിക്കുന്ന ഒരു സുഹൃത്ത്. Toto Chan hurried down the ladder and tried pushing Yaswaki Chan up from behind. ടോട്ടോ ചാൻ ഏണിയിൽ നിന്നും താഴെ ഇറങ്ങി വന്ന് യാസ്വാക്കി ചാനെ പിന്നിൽ നിന്നും തള്ളിക്കയറ്റാൻ ശ്രമിച്ചു. യാസ്വാക്കി ചാൻ took his foot off the bottom rung. യാസ്വാക്കി ചാൻ താഴെയുള്ള പടിയിൽ നിന്നും കാലെടുക്കാൻ നോക്കി. He stood beside the ladder with his head bowed. അവൻ ആ ഏണിയുടെ അടുത്ത് തല താഴ്ത്തിക്കൊണ്ട് നിന്നു. ടോട്ടോ ചാൻ റിയലൈസ്ഡ് ദാറ്റ് ഇറ്റ് വാസ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട്. കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് അപ്പോൾ ടോട്ടോ ചാന് മനസ്സിലായി. വാട്ട് ഷുഡ് ഷീ ഡു? അവൾക്ക് എന്ത് ചെയ്യാനാകും? ഷീ ലോങ്ഡ് ടു ഹാവ് യാസ്വാക്കി ചാൻ ക്ലൈംബ് ഹെർ ട്രീ. യാസ്വാക്കി ചാനെ തന്റെ മരത്തിൽ കയറ്റണമെന്ന് അവൾക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. ഹി വാസ് ഓൾസോ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. അവനും അതിനായി കാത്തിരിക്കുകയായിരുന്നു. ഷീ വെന്റ് എറൗണ്ട് ആൻഡ് ഫേസ്ഡ് ഹിം. അവൾ അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി. ഹി ലുക്ക്ഡ് ചിയർലെസ്. അവന് ഒട്ടും സന്തോഷമില്ലായിരുന്നു. Toto Chan puffed out her cheeks and made a funny face to cheer him up. ടോട്ടോ ചാൻ തന്റെ കവിളുകൾ വീർപ്പിച്ചുകൊണ്ട് ഗോഷ്ഠി കാണിച്ച് അവനെ ചിരിപ്പിക്കാൻ നോക്കി. വെയിറ്റ്, ഐ ഹാവ് ഗോട്ട് ആൻ ഐഡിയ. നിൽക്ക്, എനിക്കൊരു സൂത്രം കിട്ടി, അവൾ പറഞ്ഞു.
എന്തായിരിക്കും ടോട്ടോചാന്റെ സൂത്രം? ടോട്ടോചാൻസ് ഐഡിയ. ടോട്ടോചാൻ ran back to the shed and pulled out many things one after another. ടോട്ടോചാൻ തിരിച്ച് ആ ഷെഡിലേക്ക് ഓടിപ്പോയി. എന്നിട്ട് അവിടെയുള്ള പല സാധനങ്ങളും ഒന്നിനു പുറകെ ഒന്നായി വലിച്ചു പുറത്തിട്ടു. She was looking for something that would help her. അവളെ സഹായിക്കുന്ന അല്ലെങ്കിൽ യാസ്വാക്കിച്ചാനെ കയറാൻ സഹായിക്കുന്ന എന്തെങ്കിലും ഒന്ന് അവിടെയുണ്ടോ എന്നാണ് അവൾ നോക്കിക്കൊണ്ടിരുന്നത്. She finally discovered a step ladder. അവസാനം അവൾ ഒരു സ്റ്റെപ്പ് ലാഡർ കണ്ടെത്തി. It would remain steady so she wouldn't have to hold it. ഒരാൾ പിടിക്കാതെ തന്നെ തനിയെ നിവർന്നു നിൽക്കുന്ന സ്റ്റഡിയായി നിൽക്കുന്ന ഒരു ഏണിയായിരുന്നു അത്. She dragged the step ladder over to the tree. അവൾ ആ സ്റ്റെപ്പ് ലാഡർ വലിച്ചിഴച്ച് മരത്തിനടുത്ത് കൊണ്ടുവന്നു. She was amazed at her own strength. അപ്പോൾ സ്വന്തം ശക്തിയിൽ അവൾക്കു തന്നെ വലിയ അത്ഭുതം തോന്നി. She was happy to find that the ladder almost reached the fork. ഈ സ്റ്റെപ്പ് ലാഡറും ആ കവരത്തിന്റെ അടുത്ത് വരെ എത്തുന്നുണ്ട് എന്നതിൽ അവൾക്ക് വളരെയധികം സന്തോഷം തോന്നി. പുതിയ പദങ്ങൾ നോക്കാം. amaze, to surprise somebody very much, വളരെയധികം അത്ഭുതപ്പെടുക. puff out, to make something bigger or rounder by filling it with air, വീർപ്പിക്കുക. now don't be afraid, she said in a big sisterly voice. ഇനി പേടിക്കണ്ട, അവൾ ഒരു വലിയ ചേച്ചി പറയുന്നത് പോലെ പറഞ്ഞു. this is not going to wobble, ഇത് മറിഞ്ഞു വീഴുകയൊന്നുമില്ല. യാസ്വാക്കിച്ചാൻ looked nervously at the step ladder. യാസ്വാക്കിച്ചാൻ അമ്പരപ്പോടെ ആ ഏണിയിലേക്ക് നോക്കി. then he looked at ടോട്ടോചാൻ. എന്നിട്ട് അവൻ ടോട്ടോചാനെയും നോക്കി. she was drenched in perspiration. അവൾ വിയർത്തു കുളിച്ചു നിൽക്കുകയായിരുന്നു. യാസ്വാക്കിച്ചാൻ was sweating too. യാസ്വാക്കിച്ചാനും ആകെ വിയർത്തിരുന്നു. പുതിയ പദങ്ങൾ ഏതൊക്കെയാണ്? wobble, to move from side to side in an unsteady way. വീഴാൻ പോകുന്നു എന്ന് തോന്നുന്ന വിധം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുക. perspiration, sweat, drops of water formed on your skin when the weather is hot. വിയർപ്പ്. he looked up at the tree. അവൻ മരത്തിന്റെ മുകളിലേക്ക് നോക്കി. then with determination he placed a foot on the first rung. എന്നിട്ട് ആത്മവിശ്വാസത്തോടെ എന്തായാലും മുകളിൽ കയറിപ്പറ്റണം എന്ന ചിന്തയോടെ അവൻ ആദ്യത്തെ പടിയിൽ കാൽ വെച്ചു. they were not aware of the time it took യാസ്വാക്കിച്ചാൻ to reach the top of the step ladder. യാസ്വാക്കിച്ചാൻ എത്ര സമയം കൊണ്ട് സ്റ്റെപ്പ് ലാഡറിന്റെ മുകളിലെത്തും എന്നതിനെ കുറിച്ചൊന്നും ആ സമയത്തെക്കുറിച്ചൊന്നും അവർ ബോധവാന്മാരായിരുന്നില്ല. the hot summer sun beat down. വേനൽ ചൂട് കഠിനമായി വന്നു. but they thought only about getting to the top of the step ladder. അവർക്ക് ഒരേ ഒരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ, സ്റ്റെപ്പ് ലാഡറിന്റെ ഏറ്റവും മുകളിലെത്തണം. ടോട്ടോചാൻ followed him, lifting his feet up. ടോട്ടോചാൻ യാസ്വാക്കിച്ചാന്റെ പിന്നിൽ നിന്നും അവന്റെ ഓരോ കാലുകളായി പിടിച്ച് പൊക്കിക്കൊടുത്തുകൊണ്ട് അവനെ പിന്തുടർന്നു. യാസ്വാക്കിച്ചാൻ struggled with all his might and finally reached the top. യാസ്വാക്കിച്ചാൻ തന്നാൽ കഴിയാവുന്ന രീതിയിൽ കഷ്ടപ്പെട്ട് അവസാനം മുകളിലെത്തി. ഹുറേ! സന്തോഷത്താൽ അവർ ആർപ്പ് വിളിച്ചു. ഇനിയൊരു പ്രവർത്തനം നോക്കാം. on the tree shown below you can see letters of certain words. താഴെ കൊടുത്തിരിക്കുന്ന മരത്തിന്റെ ചിത്രത്തിൽ ചില വാക്കുകളുടെ അക്ഷരങ്ങൾ കാണാം. but they are only the parts of a word. പക്ഷേ ആ വാക്കുകളുടെ ചില ഭാഗങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. you can join the parts and form meaningful words. ഈ വാക്കുകളുടെ ഭാഗങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് അതിന് അർത്ഥമുള്ള ഒരു പദമാക്കി മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. to help you identify the words, the following clues are provided. ഈ വാക്കുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി ചില ക്ലൂകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. a bed made of ropes tied between trees to
ഹാങ് ഓൺ. രണ്ട് മരങ്ങൾക്കിടയിലായി കെട്ടുന്ന ഊഞ്ഞാൽ കിടക്ക. എന്താണ് അതിന് പറയുക? അതെ, ഹാമക്ക്. ടു മേക്ക് സംബഡി ഫീൽ ബെറ്റർ. മറ്റുള്ളവർക്ക് സുഖകരമായ അല്ലെങ്കിൽ സൗകര്യമുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുക. അതിന് നമ്മൾ എന്താണ് പറയുക? കംഫർട്ട്. വിത്ത് ഷൈനസ്, നാണത്തോടെ, അതിനെന്ത് പറയും? ബാഷ്ഫുള്ളി. എ പേഴ്സൺ ഓർ ആൻ ആനിമൽ ദാറ്റ് ട്രാവൽസ് വിത്ത് യു ഓർ സ്പെൻഡ്സ് ടൈം വിത്ത് യു. നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു മൃഗം, അതിനെന്തു പറയും? കമ്പാനിയൻ, കൂട്ടുകാരൻ. എ പീസ് ഓഫ് എക്യുപ്മെന്റ് ഫോർ ക്ലൈംബിംഗ് അപ്പ് ആൻഡ് ഡൗൺ എ വാൾ ഓർ എ ട്രീ. മുകളിലേക്ക് കയറാനും താഴേക്ക് ഇറങ്ങാനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. ലാഡർ, ഏണി. ടു അലോ സംബഡി ടു ഡു സംതിങ്. ഒരാളെ എന്തെങ്കിലും ചെയ്യാനായി സമ്മതിക്കുക. പെർമിറ്റ്. ഇപ്പോൾ കൂട്ടുകാർക്ക് വാക്കുകൾ മനസ്സിലായില്ലേ? ഇനി ഈ ചിത്രം നോക്കൂ. ഈ ചിത്രത്തിൽ ഒരേ നിറത്തിൽ കളർ ചെയ്തിരിക്കുന്നത് ഒരേ വാക്കിന്റെ രണ്ട് ഭാഗങ്ങളാണ്. മഞ്ഞ നിറത്തിൽ കളർ ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ ചേർത്ത് വായിച്ചാൽ ഹാമക്ക്. ബ്രൗൺ നിറത്തിലുള്ളത് ചേർത്ത് വായിച്ചാൽ കംഫർട്ട്. വെള്ള നിറത്തിലുള്ളത് ചേർത്ത് വായിച്ചാൽ ബാഷ്ഫുള്ളി. പിങ്ക് നിറത്തിലുള്ളത് ചേർത്ത് വായിച്ചാൽ കമ്പാനിയൻ. പച്ച നിറത്തിലുള്ളത് ചേർത്ത് വായിച്ചാൽ ലാഡർ. നീല നിറത്തിലുള്ളത് ചേർത്ത് വായിച്ചാൽ പെർമിറ്റ്. അടുത്ത പ്രവർത്തനം. കംപ്ലീറ്റ് ദ പാസേജ് ബൈ ചൂസിംഗ് ദ വേർഡ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ച് പാസേജ് പൂർത്തിയാക്കുക. കൂട്ടുകാർ ഈ പാസേജ് വായിക്കൂ. ഇവിടെ ചില വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട്. എന്നാൽ വിട്ടുപോയ വാക്കുകളിൽ ചില അക്ഷരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എ, ബി, സി, ഡി, ഇ, എഫ് എന്നിങ്ങനെ. ബ്രാക്കറ്റിൽ നിന്നും യോജിക്കുന്ന പദങ്ങൾ ചേർത്ത് പാസേജ് പൂർത്തിയാക്കിയാലോ? വൺ ഡേ യാസ്വാക്കിച്ചാൻ വെന്റ് ടു മീറ്റ് ടോട്ടോച്ചാൻ. ഒരു ദിവസം യാസ്വാക്കിച്ചാൻ ടോട്ടോച്ചാനെ കാണാൻ പോയി. ഷീ വാസ് ദ ഓൺലി കമ്പാനിയൻ ഓഫ് യാസ്വാക്കിച്ചാൻ. യാസ്വാക്കിച്ചാന്റെ ഒരേ ഒരു സുഹൃത്ത് ടോട്ടോച്ചാൻ ആയിരുന്നു. ബട്ട് ടോട്ടോച്ചാൻ വാസ് സ്ലീപ്പിംഗ് കംഫർട്ടബിളി ഇൻ എ ഹാമക്ക് ഇൻ ദ ഗാർഡൻ. പക്ഷേ ടോട്ടോച്ചാൻ തന്റെ പൂന്തോട്ടത്തിൽ ഒരു കളിത്തൊട്ടിലിൽ കിടന്ന് സുഖമായി ഉറങ്ങുകയായിരുന്നു. യാസ്വാക്കിച്ചാൻ കോൾഡ് ഹെർ. യാസ്വാക്കിച്ചാൻ അവളെ വിളിച്ചു. ബട്ട് ഷീ ഡിഡ് നോട്ട് വേക്ക് അപ്പ്. പക്ഷെ അവൾ എഴുന്നേറ്റില്ല. യാസ്വാക്കിച്ചാൻ ലുക്ക്ഡ് എറൗണ്ട്. യാസ്വാക്കിച്ചാൻ ചുറ്റും നോക്കി. ഹീ സോ എ ലാഡർ. അവൻ ഒരു ഏണി കണ്ടു. ഹീ ടുക്ക് ഇറ്റ് ആൻഡ് സംഹൗ കെപ്റ്റ് ഇറ്റ് എഗെയിൻസ്റ്റ് ദ ട്രീ. അവൻ വല്ല വിധേനയും ഈ ഏണി എടുത്ത് മരത്തിനടുത്ത് കൊണ്ടുവച്ചു. ഹീ ട്രൈഡ് ടു ക്ലൈംബ് അപ്പ് ദ ലാഡർ. അവൻ ഏണിയിൽ കയറാൻ ശ്രമിച്ചു. സം ഓഫ് ഹിസ് ഫ്രണ്ട്സ് സോ ദിസ് ആൻഡ് ദേ ഡിഡ് നോട്ട് പെർമിറ്റ് ഹിം ടു ക്ലൈംബ് അപ്പ്. അവന്റെ ചില സുഹൃത്തുക്കൾ ഇത് കണ്ടു. അവർ അവനെ കയറാൻ സമ്മതിച്ചില്ല. ഹി ലുക്ക്ഡ് അറ്റ് ദം ലീഷ്ഫുള്ളി. അവൻ തിടുക്കത്തോടെ അവരെ നോക്കി. ടോട്ടോച്ചാൻ woke up and saw യാസ്വാക്കിച്ചാൻ സ്റ്റാൻഡിംഗ് നിയർ ദ ലാഡർ. ടോട്ടോച്ചാൻ എണീറ്റപ്പോൾ യാസ്വാക്കിച്ചാൻ ഏണിക്കരികിൽ നിൽക്കുന്നതാണ് കണ്ടത്. ഷീ കെയിം ഡൗൺ ആൻഡ് ഹെൽപ്ഡ് ഹിം ക്ലൈംബ് അപ്പ് ദ ട്രീ. അവൾ വന്ന് അവനെ മരത്തിൽ കയറാൻ സഹായിച്ചു. The children in Toto-chan's school loved and protected trees very much. ടോട്ടോച്ചാന്റെ സ്കൂളിലെ കുട്ടികൾ വൃക്ഷങ്ങളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. What do you do to protect trees in your school? നിങ്ങളുടെ സ്കൂളിലെ മരങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുക? Write about it. അതിനെക്കുറിച്ച് എഴുതൂ. Will provide water and fertilizer for the trees to grow. മരങ്ങൾ വളരുന്നതിന് വേണ്ടി വെള്ളവും വളവും കൊടുക്കും.
The trees will be fenced and protected. മരങ്ങൾക്ക് ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കും. Weeds growing around the trees will be removed. മരങ്ങൾക്ക് ചുറ്റും വളരുന്ന കളകൾ സമയാസമയത്ത് പറിച്ചു മാറ്റും. No one will be allowed to cut down trees. മരങ്ങൾ വെട്ടാൻ ആരെയും അനുവദിക്കില്ല. അപ്പോൾ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ എന്ന പാഠത്തിന്റെ രണ്ടാം ഭാഗവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.